എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നു. ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അവരുടെ അടുത്ത് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ ഖാല റബ്ബിർജിഊനി, റബ്ബേ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കേണമേ, മടക്കേണമേ എന്നവർ പറയും. എന്താണ് കാരണം? എന്തിനാണ് മടക്കി അയക്കുന്നത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞങ്ങൾ ഉപേക്ഷിച്ചു പോയ, ചെയ്യാതെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ അമലുകൾ, പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാമല്ലോ. കല്ലാ, അങ്ങനെയല്ല. ഇന്നഹ കലിമത്തുൻ, അതൊരു വാചകമാണ്, അതൊരു വർത്തമാനമാണ്. ഹുവ ഖായിലുഹ, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല എന്നർത്ഥം. വമിൻ വറാഇഹിം ബർസഖുൻ, അതിന് അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ബർസഖുണ്ട്, അഥവാ ഖബർ ജീവിതം ഉണ്ട് എന്നർത്ഥം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന മരണമാകുന്ന യാഥാർത്ഥ്യം, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാത്ത എല്ലാ വ്യക്തികളും പറയുന്ന ഒരു വാചകമാണിത്. ഒന്ന് മടക്കിത്തരണം റബ്ബേ എന്ന്. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? ഏതിനെയാണോ നിഷേധിച്ചത് അത് കാണുകയാണ്. മരണത്തിന്റെ സന്ദർഭത്തിൽ ഒന്ന് മരണമാകുന്ന യാഥാർത്ഥ്യം ബോധ്യായി. ഈ ജീവിതത്തിൽ നിന്നും അടുത്ത ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് എന്ന ബോധ്യം ആ വ്യക്തിക്ക് വന്നു. 2 മലക്കുകളിലുള്ള വിശ്വാസം പറയാറുണ്ടായിരുന്നു. മലക്കുകളെ നേരിട്ട് കണ്ടു. അപ്പോൾ പറഞ്ഞ ദുനിയാവിൽ വെച്ച് ദീനിയായി കേട്ട കാര്യങ്ങളൊക്കെ സത്യാന്ന് മരിക്കുമ്പോൾ ബോധ്യപ്പെടുക. അപ്പൊ പറയാണ്, പടച്ചോനെ ഒന്ന് മടക്കിത്തരണം. അങ്ങനെ മടക്കി തന്നാൽ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചു പോയ നന്മകളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതൊരു വാക്യം മാത്രമാണ്, അതൊരു വർത്തമാനം മാത്രമാണ്. ഹുവ ഖായിലുഹ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവരുടെ പിന്നിൽ അവർ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറ ഉണ്ടായിരിക്കുന്നതാണ്. എന്താണ് ആ മറ? ആഖിറത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പുള്ള ആദ്യ ജീവിതം, അതാണ് ബർസഖ്, ബർസഖിയായ ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്ന ഖബർ ജീവിതം. ചിലരെങ്കിലും പറയും വിശുദ്ധ ഖുർആനിൽ ഖബർ ജീവിതത്തെ കുറിച്ച് ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത കുഴപ്പമാണത്. വേറെ ചിലർ പറയും ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. തെറ്റാണത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി കൊണ്ട് 7-ാം ആകാശത്തെത്തി. അതേപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7-ാം ആകാശത്തേക്കും പോയി. ഇസ്രാ മിഅ്റാജ് സംഭവം ഇത് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം ആരംഭിക്കുന്നത് സുബ്ഹാനല്ലദീ അസ്റാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാപരിശുദ്ധൻ. എന്താ സുബ്ഹാന പറയാൻ കാരണം? വലിയൊരു അത്ഭുതം സംഭവിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും മാസങ്ങൾ വഴി ദൂരമുള്ള, അന്നത്തെ കാലത്ത് മാസങ്ങൾ വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7-ാം ആകാശത്തേക്കും അള്ളാഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. തിരിച്ച് രാവിലെ ആകുമ്പോഴേക്കും അവിടെ തന്നെ എത്തിയത് മാത്രല്ല, ബൈത്തുൽ മുഖദ്ദസിന്റെ തൂണുകളുടെ സ്ഥാനം വരെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തുടങ്ങി. ഇതിനെപ്പറ്റിയും ചിലർ പറഞ്ഞത് സ്വപ്നാണ്, സാധ്യമല്ലല്ലോ. എങ്ങനെയാണ് റസൂലുള്ളാഹിയാകുന്ന ഒരു ശരീരം ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് പോവാ, അവിടുന്ന് 7-ാം ആകാശത്ത് പോവാ? അവരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞതൊരു സ്വപ്നാണെന്ന്. സ്വപ്നാണെങ്കിൽ എന്തിനാ സുബ്ഹാന പറയുന്നത്? അത്ര മനുഷ്യന്മാര് സ്വപ്നം കാണുന്നുണ്ട്. അതിന്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇവിടെ മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധം, അള്ളാഹുവിനെ മനുഷ്യരിലേക്ക് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരും. നമുക്ക് കഴിയില്ലല്ലോ. അതുപോലെ മനുഷ്യനെ പോലെ എന്ന രൂപത്തിൽ പടച്ചവനെ താഴ്ത്തി കൊണ്ടുവരുന്നതിന്റെ അബദ്ധമാണത്.
അത് തന്നെയാണ് ഖബർ ജീവിതത്തെക്കുറിച്ചും കേവലം സ്വപ്നമാണ് എന്ന് പറയുക മാത്രമല്ല എഴുതി വച്ചിരിക്കുന്നു അടുത്ത തലമുറക്ക് പഠിക്കാൻ വേണ്ടി. നഊദുബില്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഫിർഔനിന്റെ സംഭവം വിശദീകരിക്കുന്ന ആ സ്ഥലത്താണ് പറഞ്ഞത്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറ ഉണ്ടായിരിക്കുന്നതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബർ കാണുമ്പോ കരയും. അപ്പൊ മറ്റു സഹാബാക്കൾ ചോദിച്ചു, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒന്നും പറയുമ്പോ ഇല്ലാത്ത ഒരു വൈകാരികത എന്താണ് അങ്ങേക്ക് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഇത്രയൊരു പ്രശ്നം എന്താണ് എന്ന് അമീറുൽ മുഅ്മിനീൻ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അവിടുന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു ചില വാചകങ്ങൾ ആ പറഞ്ഞ ആളുകൾക്ക് മറുപടിയായി വിശദീകരിച്ചു കൊടുത്തു. ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ആഖിറത്തിലെ ആദ്യത്തെ വീടാണ്, ഉഖ്റവിയായ ജീവിതത്തിലെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളത് എളുപ്പമായിരിക്കും. ഇതാര് പറഞ്ഞതാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞതല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നോട് ഖബർ കാണുമ്പോ എന്താ അങ്ങനത്തെ ഇത്ര കരച്ചിൽ, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഉള്ളതിനേക്കാൾ എന്ന രൂപത്തിൽ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്തതാണ് ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു. അവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളത് എളുപ്പമായിരിക്കും. വഇൻ ലം യൻജു മിൻഹു. അവിടുന്ന് ഒരാൾ രക്ഷപ്പെട്ടില്ല, അവിടെ കഷ്ടപ്പെട്ടു. ഫമാ ബഅദഹു അശദ്ദു മിൻഹു. എങ്കിൽ അതിന് ശേഷമുള്ളത് കഠിനമായിരിക്കും. ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അതിന് ശേഷമുള്ളത് കഠിനമായിരിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മൻസറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ ഇതുവരെ കണ്ട ഏറ്റവും ഭയങ്കരമായ കാഴ്ച ഖബറാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതത്തെ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. ഇവിടുത്തെ എത്രയോ കാഴ്ചകൾ റസൂലുള്ള കണ്ടിട്ടുണ്ട്. ആ കാഴ്ചകളെല്ലാം താരതമ്യം ചെയ്തുകൊണ്ട് നാം ആരുടെ പേരിൽ ഷഹാദത്ത് പറയുന്നുവോ ആ മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ റഅയ്തു മൻസറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഞാൻ ഇതുവരെ കണ്ട ഏറ്റവും ഭയങ്കരമായ കാഴ്ച അത് ഖബറാകുന്നു എന്ന്. അപ്പോൾ യാഥാർത്ഥ്യമായ ആ ഖബർ ജീവിതം നന്നായി തീരുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ആവശ്യമാണ്, ആഗ്രഹമാണ്, എപ്പോഴുമുള്ള പ്രാർത്ഥനയാണ്. മാത്രമല്ല ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചോദ്യം ചെയ്യലുണ്ട്. ഖബറിലേക്ക് നമ്മൾ ആ ഒരു വ്യക്തിയെ ഖബറടക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരും. നമ്മുടെ കാലടി ശബ്ദം ആ ഖബറിലേക്ക് കേൾക്കുന്ന അത്ര ദൂരെ എത്തിയാൽ മലക്കുകൾ എത്തും. ആ ശരീരത്തിലേക്ക് റൂഹ് തിരിച്ചേൽപ്പിക്കപ്പെടും. എന്നിട്ട് ആ വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് ഇരുത്തും. ആരാണ് എഴുന്നേൽപ്പിക്കുക? മലക്കുകളാണ് എഴുന്നേൽപ്പിച്ച് ഇരുത്തുക. എന്നിട്ട് ചോദ്യം ചോദിക്കും. ഈ കാര്യങ്ങളൊന്നും ഒരു കഥയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ് എന്ന ചോദ്യം. അതെന്താ ഇപ്പൊ സംശയം? പടച്ചോനെന്നങ്ങ് പറഞ്ഞ പോരെ? പറയാൻ കഴിയില്ല. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കാത്ത ഒരാൾക്കും മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബി എന്ന് പറയാൻ സാധ്യമല്ല. ആർക്കേ കഴിയുള്ളൂ? റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ്, അള്ളാഹുവാണ് എന്റെ റബ്ബ്. എന്നെ പോറ്റുന്നവൻ, എന്നെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. അവന് വഴിപ്പെട്ട് ജീവിക്കേണ്ടവനാണ് ഞാൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവാണ് റബ്ബ് എന്നും ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാത്ത ഒരാൾക്കും കേവലം ഒരു ചോദ്യോത്തരം പറയുന്നത് പോലെ അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറയുക സാധ്യമല്ല. വമാ ദീനുക്, നിന്റെ ദീൻ എന്താണ്? അത് ഇസ്ലാം അങ്ങ് പറഞ്ഞാ പോരെ? പറയാൻ കഴിയില്ല. ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ച,
ദീൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നും ഭാഷയിൽ അർത്ഥമുണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്താ അഭിപ്രായം? ഇസ്ലാം എന്താ അവിടെ പറഞ്ഞത്, അതാണ് എൻ്റെ അഭിപ്രായം. എനിക്കൊരു വീടുണ്ടാക്കണം, ആ വീടുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്താ പഠിപ്പിച്ചത്, ഖുർആൻ എന്താ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി എന്താ പഠിപ്പിച്ചത്, അതായിരിക്കും, അങ്ങനെയായിരിക്കും എൻ്റെ വീട്. എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, എൻ്റെ വീട്ടിലൊരു വിവാഹം നടക്കുമ്പം അതെങ്ങനെയായിരിക്കും, എൻ്റെ ജീവിതത്തിന്റെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കും, എൻ്റെ വൈവാഹിക ജീവിതം എങ്ങനെയാണ്, ഞാൻ മക്കളോട് എങ്ങനെ, എന്റെ മാതാപിതാക്കളോട് എങ്ങനെ, എല്ലാറ്റിനും എനിക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇസ്ലാമാണോ എങ്കിൽ ഈ ചോദ്യത്തിന് ഇസ്ലാമാണ് ദീൻ എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റും. തീർന്നില്ല. വമൻ നബിയുക, നിന്റെ നബി ആരാണ്? അത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ പോരെ? സാധ്യമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്കുള്ള ദൂതനായി, മാതൃകയായി നാം സ്വീകരിച്ചോ എങ്കിൽ മാത്രമേ അതിന് മുഹമ്മദുൻ റസൂലുള്ളയാണ് എന്നിലേക്കുള്ള നബി എന്ന് നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എങ്ങാനും ശരിയായ മറുപടി പറയാൻ സാധിച്ചു എന്നിരിക്കട്ടെ, അതോടുകൂടി പരീക്ഷയിൽ വിജയിച്ചു. അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ ചോദ്യവും ആ ഉത്തരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ വിശദീകരണത്തിൽ ആ ഉത്തരം കൃത്യമായ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് എനിക്ക് ഖബറിലെത്തണം, അവിടുത്തെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, അതിന് ഈ ലോകത്തുള്ള സർവ്വ ചോദ്യങ്ങൾക്കും അള്ളാഹുവാണ് റബ്ബ് എന്നതായിരിക്കും എന്റെ നിലപാട്. ഇസ്ലാം ദീനാണ് എനിക്ക് ഏറ്റവും വലുത്, കാരണം അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അവന്റെ അടുത്ത് സ്വീകരിക്കുക ഇസ്ലാം മാത്രമാണ്. ഇനി എന്നെ അള്ളാഹു അനാഥനാക്കിയിട്ടില്ല, ഞാൻ ഈ സമൂഹത്തെ അള്ളാഹു അനാഥമാക്കിയിട്ടില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 23 വർഷം ആ മനുഷ്യർക്കിടയിൽ റസൂലുള്ള ജീവിച്ച് കാണിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ ഏതേത് കാര്യങ്ങളിലും തുപ്പുമ്പോൾ എങ്ങോട്ടെങ്കിലും തുപ്പരുത്, ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടത്. തുമ്മുമ്പോൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇണ ചേരുമ്പോൾ എന്ത് വേണം, കച്ചവടത്തിന്റെ നിയമങ്ങൾ എന്താണ്, എല്ലാ കാര്യങ്ങളും ജൂതന്മാരായ ആളുകൾ പരിഹസിച്ചു. നിങ്ങളെ പ്രവാചകൻ വല്ലാത്തൊരു പ്രവാചകൻ തന്നെ, മലമൂത്ര വിസർജനത്തിന്റെ നിയമം പോലും പഠിപ്പിച്ചു കളഞ്ഞല്ലോ. അത് കേട്ടപ്പോ സ്വഹാബി അഭിമാനത്തോടുകൂടി പറഞ്ഞു, അതെ, ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഖിബിലക്ക് അഭിമുഖമായിട്ട് ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ തഹൂറാക്കണം, എല്ലാം അത് കേട്ട് ചമ്മിപ്പോവല്ല, അതെ, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സഹോദരന്മാർക്ക് ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഖബറിലെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകണമെങ്കിൽ ഈ ലോകത്ത് തൃപ്തികരമായ ഇസ്ലാമിക ജീവിതം നയിക്കണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ ഫയുനാദി മുനാദിം മിനസ്സമാ, ആകാശത്ത് നിന്ന് ഒരു വിളിച്ചു പറയലുണ്ടാകും. എന്താണ് ആ വിളിച്ചു പറയൽ? അൻ ഖദ് സ്വദഖ അബ്ദീ, എന്റെ ദാസൻ സത്യം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു വിളിയാളം നമ്മുടെ ഓരോരുത്തരുടെയും വിഷയത്തിൽ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്താണ് ആ വിളിയാളം? അൻ ഖദ് സ്വദഖ അബ്ദീ, എന്റെ അടിമ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവനാണ്, ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ചവനാണ്, റസൂലുള്ളയെ പ്രവാചകനായി പറയുക മാത്രമല്ല അംഗീകരിച്ചവനാണ്. അതുകൊണ്ട് അൻ ഖദ് സ്വദഖ അബ്ദീ അതെ. അതിനുശേഷം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നിട്ട് മിനൽ ജന്ന, അതിനാൽ അവന് സ്വർഗത്തിൽ നിന്ന് ഒരു വിരിപ്പ് കൊടുക്കുക. ഒരു വിരിപ്പ്. നമുക്ക് ഖബർ ജീവിതത്തിലാണ് നാം ഉള്ളത്. ആ ഖബർ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം, അവനൊരു വിരിപ്പ് കൊടുക്കണം. മിനൽ ജന്ന, ജന്നത്തിൽ നിന്നുള്ള, സ്വർഗത്തിൽ നിന്നുള്ള
ഒരു വിരിപ്പ് അവർക്ക് കൊടുക്കണം. അതാണ് ഖബർ ജീവിതം നന്നാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ഖബർ ജീവിതം സ്വർഗീയമാക്കണേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? അതെ, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടവരുടെ അവസ്ഥ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് അവർ കൊടുക്കും. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ ധരിപ്പിക്കുക. എന്താ കാരണം? 3 ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞു. 3 ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞു. അതോടുകൂടി വിളിയാളമുണ്ടായി. മാത്രമല്ല ഫയതീഹി മിൻ റൗഹിഹാ വതീബിഹാ, അതിന്റെ സുഗന്ധവും അതിന്റെ വാസനയും ആ വ്യക്തിയിലേക്ക് വരും. എന്തിന്റെ സുഗന്ധം? സ്വർഗത്തിന്റെ സുഗന്ധം, സ്വർഗത്തിന്റെ വാസന ആ വ്യക്തിയിലേക്ക് വരും. മാത്രമല്ല വയുഫ്തഹു ലഹു ഫീഹാ മദ്ദ ബസ്വരിഹി, കാഴ്ചയെത്തുന്നിടത്തോളം ഖബർ വിശാലമാകും. സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവന്റെ കാഴ്ച എത്ര എത്തും അത്രമാത്രം അവന് വിശാലമാക്കി കൊടുക്കും. സഹോദരി സഹോദരന്മാരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനൊക്കെ ഉണ്ടാവോ? അതിനാദ്യ ഉത്തരമാണ് മരണമാകുന്ന സന്ദർഭം. മരണമാകുന്ന സന്ദർഭത്തിൽ അവൻ നിഷേധിച്ച മദ്രസിൽ മലക്കുകളിലുള്ള വിശ്വാസം അങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ഉണ്ടാവോ എന്നൊരു സംശയവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ ആദ്യമായി മലക്കിനെ കാണുന്ന രംഗമാണ് മരണ സന്ദർഭം എന്ന് പറയുന്നത്. അവന്റെ കാഴ്ചയെ പടച്ചവൻ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കും. ഇവിടെ ഈ പള്ളിയിൽ മലക്കില്ലാഞ്ഞിട്ടല്ല, എനിക്കും നിങ്ങൾക്കും ആ മലക്കിനെ കാണാനുള്ള കഴിവില്ല. പക്ഷെ മലക്കിനെ കാണുന്ന തരത്തിലേക്ക് അള്ളാഹു കാഴ്ച നൽകുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ആ മലക്കുകളെ കാണുന്നത് പോലെ ഈ സംഭവമൊക്കെ ഖബറിൽ വെച്ച് അനുഭവിക്കുമ്പോഴാ ചിലർക്ക് മനസ്സിലാവുക. ഇതേ കാര്യങ്ങൾ സഹോദരി സഹോദരന്മാരെ സത്യനിഷേധികളുടെ വിഷയത്തിൽ ഹാ ഹാ എന്ന് അവരിങ്ങനെ മറുപടി പറയും. നിന്റെ ദീനേതാ, നിന്റെ റബ്ബേതാന്ന് ചോദിക്കുമ്പോ അതിനൊന്നും ഈ ജീവിതത്തിൽ ഉത്തരം പറയാത്തവർ അവിടെ വെച്ച് കഷ്ടപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അവരിലേക്ക് തുറക്കപ്പെടുന്ന രംഗങ്ങളും നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നല്ല മനുഷ്യന്മാരോട് പറയപ്പെടും നം കനൗമത്തിൽ ഉറൂസി, അതെ, വധു ഉറങ്ങുന്നത് പോലെ. വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ഉറക്കമുണ്ടല്ലോ, സംതൃപ്തമായ ഒരു ഉറക്കം. പക്ഷെ അത് രാവിലെ വരെയുള്ളൂ. ആ ഒരു സംതൃപ്തകരമായ ഉറക്കം റബ്ബ് തിരിച്ചു വിളിക്കുന്ന ഖിയാമത്ത് നാൾ വരെ റാഹത്ത്, സത്യവിശ്വാസിയുടെ വിശ്രമം. അതാണ് ഖബർ ജീവിതം. അപ്പോ വിശ്രമിക്കണമെങ്കിലേ അധ്വാനിക്കണം. അധ്വാനിക്കാത്ത വ്യക്തിക്ക് എന്ത് വിശ്രമ? അതുകൊണ്ട് ഈ ലോകത്ത് ബാധ്യതകൾ നിർവഹിക്കാനുള്ള അധ്വാനം. മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ ചലനമായിരുന്നു. ചലനത്തോട് ചലനം. ഹജ്ജ് പോലെ, ഹജ്ജിലെങ്ങും ചലനമാണ്. ആ മിനായിലെ അന്തിയുറക്കം പോലും ഒരു ചലനത്തിന്റെ ഭാഗമാണ്. മുസ്ദലിഫയിലെ ആ കിടത്തം ഒരു ചലനത്തിന്റെ ഭാഗമായി. എന്തിനാ കിടക്കുന്നത്? വീണ്ടും എണീറ്റ് ആ കല്ലേറിന്റെ സ്ഥലത്തേക്ക് പിന്നീട് നടക്കണം. എങ്ങും ചലനമാണ്. ഇതുപോലെയായിരുന്നു മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സ്വഹാബികളുടെ ജീവിതം. എങ്ങും അധ്വാനമായിരുന്നു. ഒരു വ്യക്തി രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് മുമ്പിലേക്ക് വരും. ചെയ്യേണ്ട ബാധ്യതകൾ. ഉമ്മാനെ ഡോക്ടറെ കാണിക്കാനുണ്ടല്ലോ, എനിക്ക് തന്നെ കാണിക്കണം. മക്കളുടെ കാര്യത്തിൽ ഇന്ന് ശ്രദ്ധിക്കാനുണ്ടല്ലോ. ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടാവോ? ആ പാവപ്പെട്ടവന്റെ മരുന്നിന്റെ കാര്യം ഒരാൾ മെസ്സേജ് അയച്ചിരുന്നല്ലോ, ഇന്നലെ ഒരാൾ മരിച്ച വിവരം കിട്ടിയല്ലോ. അപ്പോഴേക്കും അയാൾ ചെയ്യേണ്ട റൂട്ട് എല്ലാം ക്ലിയറായി. എവിടെ അനാവശ്യത്തിന് സമയം? എവിടെ അനാവശ്യമായി ഫോണിൽ നോക്കി നിൽക്കാൻ ആർക്കാണ് സമയം? എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ നിമിഷങ്ങൾ എനിക്ക് ധന്യമാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണ്ടേ? വേണം. എന്തേ? സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ലോകം ഉറങ്ങിക്കിടക്കുമ്പോ എനിക്ക് എന്റെ റബ്ബിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് സ്വർഗവാസികളുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിൽ ബാധ്യതകൾ നിർവഹിച്ച് അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി, റസൂലുള്ളാഹിയെ പ്രവാചകനായി അംഗീകരിക്കുന്നവർക്കാണ് സഹോദരി സഹോദരന്മാരെ യഥാർത്ഥമായ ഖബർ ജീവിതം, ഏറ്റവും സുഖകരമായ ഖബർ ജീവിതമുള്ളത്. ആ ഖബർ ജീവിതം വിജയിച്ചാലാകട്ടെ അതിന് ശേഷമുള്ളതും എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലൊരു ഖബർ ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ഒരു നല്ല മരണവും നല്ല ഖബർ ജീവിതവും എളുപ്പമുള്ള വിചാരണയും ഏറ്റവും ഉന്നതരോടൊപ്പം പ്രവിശാലമായ മരണമില്ലാത്ത സ്വർഗവും ആഗ്രഹിക്കുന്ന വിശ്വാസികൾ, ആ വിശ്വാസികളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്തഗ്ഫിറൂ ലി അഖീകും, ഒരു മരണവാർത്ത കേട്ടാൽ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. വസലൂ ലഹു ബിത്തസ്ബീത്, ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് സ്ഥിരത കിട്ടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഫഇന്നഹുൽ ആൻ യുസ്അലു, അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോ ഒരു മരണം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖബറിന്റെ അടുത്ത് തസ്ബീത്ത് ചെല്ലുക എന്ന് നമ്മൾ കേട്ടിരിക്കും. തസ്ബീത്ത്, സബത്ത എന്ന് പറഞ്ഞാൽ ഉറച്ചു നിന്നു എന്നാണ്. തസ്ബീത്ത് 3 പുള്ളിയുള്ള തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ സ്ഥായിയായി ഉറച്ചു നിൽക്കാൻ. വരാനിരിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ, പടച്ചോനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് സ്ഥിരത നൽകണേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക്, എന്റെ ഭാര്യക്ക്, എന്റെ മകന്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് നീ സ്ഥിരത നൽകണമേ, പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോ തിരക്കുകൾക്കിടയിൽ റസൂലുള്ളാഹി വിവരം അറിയിച്ചില്ല. റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എവിടെയാ സഹോദരിയുടെ ഖബർ? നേരെ പോയി ആ ഖബറിന്റെ അടുത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിക്ക് വേണ്ടി നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇരുട്ടറയാകുന്ന ഖബർ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പ്രകാശമായി എന്ന്. കാരണം അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് അള്ളാഹു റസൂലുള്ളാഹിക്ക് വഹയി കൊടുത്തു എന്നർത്ഥം. അപ്പോ ഈ ഖബറിന്റെ അടുത്ത് പോയി തസ്ബീത്ത് ചെല്ലലും ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊന്നും നിസ്സാരമായ കാര്യമല്ല. മാത്രമല്ല, ആഹ്വാനം ചെയ്യുന്നത് ആരാ? റസൂലുള്ളാഹിയാണ്. ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൂ. ചില സ്ഥലത്തൊക്കെ മരണം സംഭവിച്ചാൽ സ്വാഭാവികമായി മയ്യത്ത് നിസ്കരിച്ച് ഉടൻ പിരിഞ്ഞു പോകേണ്ട ആൾക്കാരുണ്ടാകും. കാരണം അവർക്ക് ഫ്ലൈറ്റിന്റെ സമയമായി, ട്രെയിനിന്റെ സമയമായി, അത്യാവശ്യമുണ്ട്. വേറെ ചില മനുഷ്യന്മാർ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. കുറച്ച് ആൾക്കാർ ഖബറിന്റെ അടുത്ത് നിന്ന് അവരാ പണിയൊക്കെ ചെയ്തോട്ടെ, നമുക്ക് കുറച്ച് നാട്. എന്തൊരു അബദ്ധമാണത്! ഒരു വലിയ നമ്മുടെ ആ മരണപ്പെട്ട വ്യക്തിക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയ്യത്ത് നമസ്കാരം പോലെ തന്നെ ആ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലുക, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു മരണവാർത്ത കേട്ടുകഴിഞ്ഞാൽ ആ മരണ വിവരം അറിയിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നാള് മരണപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, മയ്യത്ത് നമസ്കാരം ഇന്ന സമയത്താണ്. അഥവാ മരണ വിവരം അറിയിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ മരണ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ സഹോദരിയുടെ പേര് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യണം. ആ പേര് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബഷീർ, അല്ലാഹുവേ ബഷീറിന് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ ഫാത്തിമാക്ക് നീ പുറത്തു കൊടുക്കണേ. നമ്മളൊരു വീട്ടിൽ ചെന്നു, മരിച്ച ആളെ വ്യക്തിന്റെ പേര് നമുക്കറിയാം. നമ്മൾ ആ വീട്ടിൽ അവിടെ ഇരുന്നു, സലാം പറഞ്ഞ അവിടെ ഇരുന്നു, കസേരയിൽ നമ്മൾ അവിടെ ഇരുന്നു. അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ആ മയ്യത്ത് കാണാൻ നമുക്കൊരു അവസരം കിട്ടി, അവിടെ വെച്ച് ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ മെസ്സേജുകളും മറ്റും ആധുനിക സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ മെസ്സേജുകൾ അയക്കുമ്പോഴും അതിൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇനിയോ മരണവിവരം കേട്ട് നമ്മൾ മയ്യത്തിനോടൊപ്പം പള്ളിയിലെത്തി, അല്ലെങ്കിൽ മയ്യത്ത് എവിടെ വെച്ചാണോ നമസ്കരിക്കുക, എല്ലാ സ്ഥലത്തും പള്ളിയിൽ വെച്ചല്ല, പല സ്ഥലത്തും പള്ളിയിലേക്ക് കയറ്റുക തന്നെ ഇല്ല, മൈതാനത്ത് വെച്ചാണ് നമസ്കാരം. അത് ഓരോ നാടിന്റെ സൗകര്യവും ഒക്കെ വ്യത്യാസപ്പെട്ടു വരാം. അപ്പോൾ അങ്ങനെ എവിടെ വെച്ച് മയ്യത്ത് നമസ്കരിക്കുന്നത് വരെ നമ്മൾ പങ്കെടുത്താൽ ഒരു ഖീറാത്ത് കൂലി, പിന്നെ ഒരു ഖീറാത്ത് ബാക്കി നിൽക്കുന്നു. ആ ഖബറടക്കൽ ചടങ്ങിൽ കൂടി പങ്കെടുത്താൽ പലരും ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം നമുക്ക് കണക്കാക്കാൻ ആകാത്ത അത്രയും കൂലിയാണ് നമ്മൾ പങ്കെടുത്താൽ. അതുകൊണ്ട് ഒരു മരണവിവരം കിട്ടാ, പടച്ചോനെ ഇന്ന് കുറച്ച് കൂലി വാങ്ങണം,
ഒന്നാ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റൊന്ന് എനിക്ക് കൂലി കിട്ടണം എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയെ, നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകണം. അവർ കാണട്ടെ ആ ഖബറില്. അപ്പൊ അവർ ചോദിക്കും, ഉപ്പ എന്താണ് ഇങ്ങനെ, എന്താണ് അങ്ങനെ? ആ കുട്ടികൾ അതൊക്കെ നമ്മൾ കേവലം ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞു കൊടുക്കേണ്ടതല്ല. പ്രത്യേകിച്ച് ഈ വെക്കേഷനൊക്കെ ദീനിയായ കാര്യങ്ങളിലേക്ക് അടിച്ച് ചൂരലെടുത്തല്ല കൊണ്ടുപോകേണ്ടത്. ഇഷ്ടത്തോടുകൂടി സ്വാഭാവികമായി നമ്മുടെ മക്കളെയും മറ്റുള്ളവരെയും എല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ 3 പ്രാവശ്യം ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് കാവല് തേടിയിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 3 പ്രാവശ്യം ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവോട് കാവല് തേടിയിരുന്നു. നമുക്കറിയാം, അത്തഹിയാത്തിലെ പ്രാർത്ഥനയിൽ എല്ലാ നമസ്കാരങ്ങളിലും ഖബറിലെ ശിക്ഷയിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവല് തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അള്ളാഹുവേ ഖബറിലെ അദാബിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഖബർ ജീവിതം നമ്മൾ പഠിക്കണം. അതിന്റെ ഒരു ഓരത്തുകൂടി സഞ്ചരിക്കാനേ ഖുതുബയുടെ സമയത്തിനുള്ളിൽ സാധിക്കുകയുള്ളൂ, ഒന്ന് ടച്ച് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. വലിയൊരു വിഷയമാണ് ഇസ്ലാമിലെ ഖബർ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനം നടത്തിയിട്ട് നേരാം വണ്ണം വൃത്തിയാക്കാത്തവന് ഖബറിലുള്ള ശിക്ഷ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പലിശക്കാരന് ഖബറിൽ വെച്ച് ലഭിക്കുന്ന ശിക്ഷ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വ്യഭിചരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു വിഷയമാണ് എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ബാധക. മരണം നാം ചിന്തിക്കേണ്ടത്, ഞാൻ മരിക്കും. മഹാനായ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറേ വയലൊന്നും വേണ്ട, ഒരു ജനാസയെ പങ്കെടുത്താൽ മതി, കുറേ ഉത്ബോധനം കിട്ടും. പടച്ചോനെ, ഇങ്ങനെ മയ്യത്തിട്ട് കയറ്റിയിട്ട് ഞാനൊരിക്ക ആ വെള്ള തുണിന്റെ ഉള്ളിൽ ഞാനുണ്ടാവുമല്ലോ പടച്ചോനെ. അങ്ങനെ ചിന്തിക്കേണ്ട സഹോദരി സഹോദരന്മാരെ. ഞാനിപ്പോ ഒന്നും മരിക്കൂല. എല്ലാരെയും വിചാരം എങ്ങനെ? ഞാനിപ്പോ അങ്ങനെ വിചാരിച്ച ആൾക്കാരാണ് നാളെ മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ജനാസയിൽ പങ്കെടുക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരവസ്ഥ, നമ്മുടെ മയ്യത്ത് അവിടെ വെച്ച്, സഹോദരന്മാരെ സഹോദരിമാരെ, ഈ മരണപ്പെട്ട വ്യക്തിക്ക് വല്ല സാമ്പത്തിക ബാധ്യതയുമുണ്ടെങ്കിൽ എന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു ദിവസം വരും. അത് നമ്മൾ ആദ്യം ആലോചിക്കണം. നമ്മളെ ആ മയ്യത്ത് വഹിച്ചു കൊണ്ടുപോകുമ്പോ, ആ മയ്യത്ത് താഴ്ത്തുമ്പോ, എന്റെ മയ്യത്ത് ഇതേപോലെ ഒരു ദിവസം താഴ്ത്തും. അങ്ങനെ നമ്മളിലേക്ക് ബന്ധിപ്പിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തുക്കൂ. ജമീൽ ആപ്പ് ഏറ്റവും സ്വഹീഹായ പ്രാർത്ഥനകൾ ക്രോഡീകരിച്ച ആ ആപ്പിൽ നമുക്ക് കാണാം രാവിലത്തെ പ്രാർത്ഥനകൾ, വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ. അതിൽ നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി കാണാം ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവല് തേടുന്നത്. അപ്പോ ഒരു ദിവസം 6 പ്രാവശ്യം, നമസ്കാരത്തിലടക്കം 7 പ്രാവശ്യം. ആ നമസ്കാരമാകട്ടെ നമുക്ക് 5 സമയം ഉണ്ട് താനും. എന്ന് പറഞ്ഞാൽ ധാരാളം സമയം. ഒരൊറ്റ ദിവസം തന്നെ 24 മണിക്കൂറിനുള്ളിൽ അള്ളാഹുവിനോട് ഖബർ ശിക്ഷയിൽ നിന്ന് കാവല് തേടണമെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോൾ വെക്കേഷനിലാണ്. ഈ വെക്കേഷൻ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മളോടൊപ്പം കിട്ടാത്ത നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, വിവിധ പ്രായത്തിലുള്ള മക്കൾ നമ്മളോടൊപ്പം ഒത്തുചേരുന്ന സമയമാണ്. പ്ലാനിങ് വേണം സഹോദരി സഹോദരന്മാരെ. കാരണം ആ മക്കൾക്ക് നമ്മളിലൂടെ കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്രീ ആണോ? 5 നേരത്തെ ജമാഅത്ത് നമസ്കാരം ബാങ്ക് കൊടുക്കുമ്പോഴേക്കും മോനെ പള്ളിയിൽ പോവുകയില്ലേ? ആരാണ് നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഉപ്പയല്ലാത്ത, പള്ളിയിലേക്ക് പറഞ്ഞയക്കാൻ ഉമ്മയല്ലാത്ത പ്രഥമ പേഴ്സൺ ആരാ? നമ്മുടെ മക്കളെ നമ്മൾ പള്ളിയിലേക്ക് വിളിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ജമാഅത്തിന് കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബാങ്ക് കൊടുക്കുന്നു, ഉപ്പ പൊരേ നിസ്കരിക്കുന്നു, ഇങ്ങനെ മതി. അത് ക്ലാസ് എടുത്തു കൊടുക്കണ്ട. ജമാഅത്തൊന്നും വലിയ പ്രശ്നമല്ല. ഞങ്ങൾ വാപ്പയും ഞങ്ങളൊക്കെ എല്ലാവരും പള്ള എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കൽ. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ അത് വളർന്നു. ഉപ്പ എന്നത് ചെറിയ സ്ഥാനമല്ല. രക്ഷിതാവ് എന്ന കോലത്തിൽ പോയി ഒപ്പിടാൻ മാത്രമുള്ള സ്ഥാനമല്ല രക്ഷിതാവ്. മറിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ്. പിതാവ് എന്ന ഉത്തരവാദിത്തം, മാതാവ് എന്ന ഉത്തരവാദിത്തം. ദീനിയായി വളർന്ന ഏതൊരു മകന്റെ പിന്നിലും
ഒരു നല്ല ഉമ്മയുണ്ടാകും, ഒരു നല്ല ഉപ്പയുണ്ടാകും. നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടും അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ വശത്തല്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ, തങ്ങളുടെ മകൻ തങ്ങളല്ല. നൂഹ് നബിയുടെ മകൻ നരകത്തിലാണ്, വഴിപിടച്ചവനാണ്. ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചല്ലോ. അത് വേറെ കാര്യം. നമ്മൾ പരിശ്രമിച്ചോ എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം. കുടുംബ സന്ദർശനങ്ങൾ പലപ്പോഴും ഉപ്പ കുടുംബത്തിലും ഉമ്മ കുടുംബത്തിലുമുള്ള പലരെയും പരിചയം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തലമുറ വളർന്നു വരുന്നുവെങ്കിൽ ആ അഭിപ്രായം പറഞ്ഞിരുന്നാൽ പോരാ. വാഹനമെടുക്കുക, കുടുംബക്കാരുടെ വീടുകളിൽ പോവുക, എന്നിട്ട് അവരെ പരിചയപ്പെടുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞത്, കുടുംബ സന്ദർശനം നടത്തിക്കഴിഞ്ഞാൽ റിസ്ഖിൽ വർധനവ് തരും, അതേപോലെ തന്നെ ദീർഘായുസ്സും കിട്ടും. ആൾക്കാര് കുടുംബ സന്ദർശനം നടത്താതിരിക്കാൻ 2 പോയിന്റാ പറയാ. ഒന്ന്, സമയമല്ല. റസൂലുള്ള പറയാ, സന്ദർശിച്ചോ, കൂടുതൽ സമയം തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരുന്ന റിസ്ക് അഥവാ പണം നഷ്ടപ്പെടും. അള്ളാന്റെ റസൂല് പറയാ, നല്ലോണം കുടുംബ സന്ദർശനം നടത്തിക്കോ, അള്ളാഹു റിസ്കിൽ വർധനവ് തരും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന അവസ്ഥ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾ കളിക്കണം. എന്താ സംശയം? കളിക്കേണ്ട പ്രായത്തിൽ കളിക്കണം. പക്ഷെ ആ കളി മഗ്രിബ് ബാങ്ക് വരെ കളിക്കണം. പക്ഷേ മഗ്രിബ് ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടാകണം. ഇശ നമസ്കരിക്കാത്ത കളിയും സുബഹിക്ക് പള്ളിയിൽ പോകാത്ത ഏർപ്പാടും വേണ്ട എന്ന കർശന നിലപാട് ഓരോ വീട്ടിലും സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മയ്യത്തിന്, ജമാഅത്തിന് നേതൃത്വം കൊടുക്കാനൊരു അവസരമുണ്ട്. അതെങ്ങനെ? മക്കൾ നിൽക്കേണ്ട എപ്പോഴാന്നറിയോ? മക്കൾക്ക് നല്ലോണം ഖുർആൻ അറിയണം. ആ ഖുർആൻ അറിയുന്ന മക്കളാണ് നിൽക്കേണ്ടത്. അല്ലാതെ മകനായി എന്താ ചൊല്ലേണ്ടതെന്ന് അറിയില്ല. ഒരു കുട്ടി ചോദിച്ചു എത്ര റക്കായത്താന്ന്, ഓൻ എത്ര റക്കായത്താന്ന് ചോദിക്കുന്നത്, 4 തക്ബീറുള്ളൂ എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ മോനാന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കൾ നമ്മുടെ മയ്യത്തിന് ജമാഅത്ത് നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വളർന്നു വരാനുള്ള സാഹചര്യം വീടുകളിൽ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതോടൊപ്പം ഈ വെക്കേഷൻ കാലത്ത് 2 അബദ്ധങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ മയക്കുമരുന്നിന്റെ ആളുകൾ, വളർന്നു വരുന്ന പുതിയ പുകവലിക്കാർ, പുതിയ MDMA ആളുകൾ. കാരണം ആരോടാണ് നമ്മുടെ മക്കൾ കൂട്ടുചേരുന്നത്? നമുക്കറിഞ്ഞേ പറ്റൂ. എവിടേക്ക് അവൻ പോകുന്നു അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നല്ല ജാഗ്രത. മറ്റൊന്ന്, ലൈംഗിക രംഗത്തുള്ള അബദ്ധങ്ങൾ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ വെക്കേഷനിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ജാഗ്രതയോടുകൂടി നാം ശ്രദ്ധിക്കുക. അതിലുപരി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. സഹോദരന്മാരെ, സഹോദരിമാരെ, ഏതാ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ജിദ്ദയിലെ നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരന്റെ മകൻ +1 കഴിഞ്ഞു, +2 ക്ലാസ്സിന് പോകാൻ വേണ്ടി റൂമിൽ ചെന്ന് ആ കുട്ടി ഡ്രസ്സ് മാറ്റുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നില്ല. പോയി നോക്കുമ്പോൾ കുട്ടി അവിടെ തലചുറ്റി വീണിരിക്കുന്നു. പിന്നീട് മനസ്സിലാക്കുന്നത് പെട്ടെന്നുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. ഇപ്പോഴും ആശുപത്രിയിലാണ്. 96.22% ആ കുട്ടിക്ക് +1 മാർക്കുണ്ട്. പക്ഷേ +1 96.22% മാർക്കുണ്ട് എന്ന വിവരം ആ കുട്ടി ഇപ്പോഴറിയില്ല. അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. രക്ഷിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏതൊരു കാര്യത്തെയും മാറ്റിമറിക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനാണ് റബ്ബ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കടൽ കടത്തി രക്ഷപ്പെടുത്തിയവനാണ് റബ്ബ്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയവനാണ് റബ്ബ്. ആ റബ്ബിനാണോ പ്രാർത്ഥന സ്വീകരിക്കാൻ പ്രയാസം? അല്ലാഹുവേ, ആ കുട്ടിക്ക് നീ പൂർണ്ണ ശിഫ നൽകണമേ. അല്ലാഹുവേ, വന്നു പോയിട്ടുള്ള അബദ്ധങ്ങൾ, അപാധകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഒരു നല്ല മരണത്തെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഖബർ ജീവിതം